പ്രിയമുള്ളവരെ, വചനജ്വാല 1112 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് സെപ്റ്റംബർ 16 തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ഞങ്ങൾ ഒരു യൂറോപ്പ് തീർത്ഥാടനത്തിന്റെ ഭാഗമായി നെടുമ്പാശ്ശേരിക്കുള്ള യാത്രക്കിടെയാണ് ഇന്നത്തെ സംപ്രേഷണം. ഇന്നത്തെ വചനവായനയിൽ 2 മക്കബായരുടെ പുസ്തകം 4-ാം അധ്യായം 43 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഈ കാര്യത്തെ പ്രതി മെലനാവൂസിനെതിരെ കുറ്റാരോപണങ്ങൾ ഉയർന്നു. രാജാവ് ടയറിലെത്തിയപ്പോൾ കാര്യാലോചന സമിതി നിയോഗിച്ച 3 പേർ വസ്തുതകൾ അവനെ അറിയിച്ചു. പതനം സുനിശ്ചിതമെന്ന് ഗ്രഹിച്ച മെലനാവൂസ് രാജാവിനെ സ്വാധീനിക്കാൻ ദോറിമെനേസസിന്റെ പുത്രൻ ടോളമിക്ക് സാരമായ കോഴ വാഗ്ദാനം ചെയ്തു. ടോളമി കാറ്റു കൊള്ളാനെന്ന ഭാവേന രാജാവിനെ സ്തംഭനിരകളുടെ അടുത്തേക്ക് നയിച്ച് മനസ്സു മാറ്റാൻ പ്രേരിപ്പിച്ചു. തുടർന്ന് രാജാവ് സർവദുഷ്ടതകൾക്കും കാരണമായ മെലനാവൂസിനെ ആരോപണങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. ആ നിർഭാഗ്യന്മാരെ മരണത്തിനേൽപ്പിക്കുകയും ചെയ്തു. അവർക്കാകട്ടെ ഷിദിയാക്കാരുടെ മുൻപാകെ വാദിച്ചാൽ പോലും മോചനം ലഭിക്കുമായിരുന്നു. നഗരത്തിനും ഗ്രാമങ്ങൾക്കും വിശുദ്ധ പാത്രങ്ങൾക്കും വേണ്ടി വാദിച്ചവർ നീതിക്ക് നിരക്കാത്ത ശിക്ഷയനുഭവിച്ചു. ടയർ നിവാസികൾ പോലും ഈ പാതകത്തോടുള്ള വെറുപ്പ് വ്യക്തമാക്കാൻ വേണ്ടി അവരുടെ ശവസംസ്കാരം ആഡംബരപൂർവ്വം നടത്താൻ സഹകരിച്ചു. എന്നാൽ മെലനാവൂസ് അധികാരികളുടെ അത്യാഗ്രഹം നിമിത്തം പൗരോഹിത്യ പദവിയിൽ തുടർന്നു. അവൻ ദുഷ്ടതയിൽ വളർന്ന് സ്വജനത്തിനെതിരായ ഗൂഢാലോചനയിൽ മുഴുകി. പ്രിയരെ, നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നു. 1 മുതൽ ഉള്ള തിരുവാക്യങ്ങളാണ് നാം ഇനി ശ്രവിക്കുക. ജാസന്റെ മരണം. ഇക്കാലത്ത് അന്തിയോക്കസ് 2-മതും ഈജിപ്തിനെ ആക്രമിച്ചു. ജെറൂസലേം നഗരത്തിന് മുകളിൽ 40 ദിവസം ദർശനമുണ്ടായി. സുവർണ കവചം ധരിച്ച അശ്വസേന കുന്തങ്ങളും ഊരിയ വാളുകളുമായി ആകാശത്തിലൂടെ സംഘങ്ങളായി പായുന്നത് ദൃശ്യമായി. കുതിരപ്പട അണിനിരന്നു. ആക്രമണം പ്രത്യാക്രമണവും എല്ലായിടത്തും പരിചകൾ വീശി. കുന്തങ്ങളും ശൂലങ്ങളും ചുഴറ്റിയെറിഞ്ഞു. സ്വർണവിഭൂഷകൾ തിളങ്ങി, പടച്ചട്ടകൾ മിന്നി. ആ ദൃശ്യം ശുഭകരമായി തീരാൻ എല്ലാവരും പ്രാർത്ഥിച്ചു. അന്തിയോക്കസ് അന്തരിച്ചുവെന്നൊരു വ്യാജശ്രുതി പരന്നു. ജാസൻ 1000-ൽ കുറയാത്ത സൈന്യത്തെ ശേഖരിച്ച് നഗരത്തിൽ മിന്നലാക്രമണം നടത്തി. അവർ കോട്ടയിൽ സ്ഥാനമുറപ്പിച്ചിരുന്ന സേനയെ തോൽപ്പിച്ച് നഗരം പിടിച്ചടക്കി. മെലനാവൂസ് കോട്ടയിൽ അഭയം തേടി. ജാസൻ സൗഹപരന്മാരെ ഇടവിടാതെ കൊന്നൊടുക്കി. സ്വജനങ്ങളെ വധിച്ചു. നേടുന്ന വിജയം ഏറ്റവും വലിയ നിർഭാഗ്യമാണെന്ന് അവൻ മനസ്സിലാക്കിയില്ല. ശത്രുക്കളുടെ മേലാണ്, സ്വജനത്തിന്റെ മേലല്ല വിജയക്കൊടി നാട്ടുന്നതെന്ന് അവൻ സങ്കൽപ്പിച്ചു. പക്ഷേ ഭരണം കൈക്കലാക്കാൻ അവന് കഴിഞ്ഞില്ല. ഉപജാപം കൊണ്ട് അപമാനം മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. അവന് അമ്മോന്യരുടെ ദേശത്തേക്ക് വീണ്ടും പലായനം ചെയ്യേണ്ടി വന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്.
പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ രക്തസാക്ഷിയായ വിശുദ്ധ കൊർണേലിയോസ് പാപ്പായെ അനുസ്മരിക്കുന്ന ദിവസമാണ്. മതപീഡനം മൂലം മാർപ്പാപ്പ ഇല്ലാത്ത സമയത്ത് ഒരു റോമൻ വൈദികനെ വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. വിഗ്രഹാരാധനയുമായുള്ള തർക്കങ്ങൾ മുറുകിയ കാലഘട്ടത്തിൽ വസന്ത പൊട്ടിപ്പുറപ്പെടുകയും ക്രിസ്ത്യാനികളെ ബലി കഴിക്കണമെന്ന സൈന്യാധിപന്റെ കൽപ്പന പ്രകാരം കൊർണേലിയോസ് പാപ്പ ആദ്യത്തെ രക്തസാക്ഷിത്വ മകുടം ചൂടുകയാണുണ്ടായത്. പ്രിയരെ, ഇന്നു തന്നെയാണ് മെത്രാനും രക്തസാക്ഷിയും സഭാപിതാവുമായ കാർത്തേജിലെ വിശുദ്ധ സിപ്രിയനെയും അനുസ്മരിക്കുന്നത്. രക്തസാക്ഷികളായ വിശുദ്ധ കൊർണേലിയോസിന്റെയും വിശുദ്ധ സിപ്രിയന്റെയും മാധ്യസ്ഥം യാചിച്ച് അവരെ പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ നല്ല സുദിനത്തിലേക്ക് എല്ലാവർക്കും പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു.